നമ്മുടെ മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: പ്രഗ്നൻസി എല്ലാ സമയങ്ങളിലും സാധ്യമാണോ എന്നുള്ളത്. പ്രത്യേക സമയം ഉണ്ടോ എന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഓവുലേഷൻ ടൈമാണ്. കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത് സ്ത്രീയുടെ പീരിയഡ് സൈക്കിൾ പ്രകാരമാണ് നമ്മൾ ഓവുലേഷൻ കണക്കാക്കപ്പെടുന്നത്. ഈ സമയം സ്ത്രീയുടെ ഓവറിയിൽ അണ്ഡം പുറത്തുവിടുന്നു. അതാണ് ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. ഈ സമയം നമ്മുടെ പീരിയഡ്സ് സൈക്കിൾ 28 ദിവസം സൈക്കിളായി നിൽക്കുന്ന സ്ത്രീകളിൽ കാണുന്നത് നേർപകുതിയായ 14ാമത്തെ ദിവസമാണ്. സ്ത്രീകളിലുള്ള ശാരീരിക ഊഷ്മാവിന്റെ അളവിനനുസരിച്ച് മാറ്റം വരും. 28 ദിവസം മുതൽ 32 ദിവസം വരെ പീരിയഡ് സൈക്കിൾ ഉള്ള സ്ത്രീകളിൽ ഇത് 18ാമത്തെ ദിവസമായിരിക്കും കാണുക. അവരുടെ ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് 18ാമത്തെ ദിവസമായിരിക്കും. സാധാരണയായി സ്ത്രീകളിൽ 28 ദിവസമാണ് പീരിയഡ്സിന്റെ സൈക്കിൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൽ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ ടൈമായിട്ട് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അണ്ഡം പുറത്തു വന്ന് അതിന് 24 മണിക്കൂറേ ശേഷിക്കാനുള്ള കഴിവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ബീജങ്ങൾക്ക് 5 ദിവസം വരെ ശേഷിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഓവുലേഷൻ കണക്കാക്കിയുള്ള ദിവസം 28 ദിവസം റിസൈക്കിൾ പീരിയഡ്സ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അതിന് കണക്കാക്കിയുള്ള 14ാമത്തെ ദിവസം ഓവുലേഷൻ ടൈം ശ്രദ്ധിക്കുക. പതിനാലാമത്തെ ദിവസത്തിന് മുൻപുള്ള 3 ദിവസവും 14ാമത്തെ ദിവസത്തിനു ശേഷം 3 ദിവസവും ഇതിന് പ്രഗ്നൻസി സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ്. അതായത് പീരിയഡ്സ് ആയ ദിവസം മുതൽ 1ാമത്തെ ദിവസം മുതൽ 11, 12, 13, 14 അടക്കമുള്ള 15, 16, 17 ഈ ദിവസങ്ങളിലാണ് പ്രഗ്നൻസി സാധ്യത കൂടുതലുള്ളത്. ഇതിൽ 14ാമത്തെ ദിവസമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. ഇതിൽ ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കുന്നതിനായി നമ്മുടെ ഓവുലേഷൻ ട്രാക്കർ ആപ്പുകളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ ആപ്പുകൾ ഉപയോഗിച്ച് മാസവൃത്തി അടിസ്ഥാനമാക്കി ഫെർട്ടിൽ ദിനങ്ങൾ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സ്ത്രീകൾക്കും ഒരേ ബോഡി ടെമ്പറേച്ചർ ആയിരിക്കില്ല. ഇതിൽ ഓവുലേഷൻ ടൈം, പീരിയഡ് ടൈം ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ്. കൃത്യമായ ഗർഭധാരണം നമ്മൾ അടിസ്ഥാനമാക്കി കണക്കാക്കാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതുമാണ്.